ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് മേൽവസ്ത്രം അഴിക്കുന്ന രീതിക്കെതിരെ പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് സുകുമാരൻ നായർ പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷവേദിയിൽ പറഞ്ഞു. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു G. സുകുമാരൻ നായർ. അവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പോകണമെങ്കിൽ പോയിക്കോട്ടെ. കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് പറയുന്നത്? ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലാത്തതായിരുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകാൻ ഹൈന്ദവ സമൂഹത്തിന് അവകാശമുണ്ട്. എത്രയോ കാലം മുൻപ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ. ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഉടുപ്പിട്ട് പോകാൻ കഴിയുന്നിടത്ത് അങ്ങനെ പോകണം, അല്ലാത്തയിടത്ത് അത് നിർബന്ധിക്കരുതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ എല്ലാവരും ഉടുപ്പിട്ടാണ് പോകുന്നത്, അത് അവിടുത്തെ രീതിയാണ്. ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഒന്നും പറ്റില്ല എന്ന ചിലരുടെ പിടിവാശി അംഗീകരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉടുപ്പഴിച്ചുകൊണ്ടേ ക്ഷേത്രങ്ങളിൽ കയറാവൂ എന്ന നിർബന്ധ ബുദ്ധി തിരുത്തിയേ മതിയാവൂ എന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ആദ്യം അഭിപ്രായപ്പെട്ടത്. ഈ തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദിയിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഉടുപ്പ് അഴിക്കണമെന്ന നിർബന്ധം ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലുമുണ്ട്. ഇത് തിരുത്തിയേ മതിയാവൂ. കാരണം ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് സവർണർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ പൂണിലുള്ളവരെ തിരിച്ചറിയാനാണ് ഉടുപ്പഴിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നതെന്നും സച്ചിദാനന്ദ സ്വാമി അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് മഹാകവി കുമാരനാശൻ എഴുതിയ പോലെ ഈ അന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹത്തിലുള്ളവരും മുറുകെ പിടിക്കുന്നു. അവരിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികരുമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ശ്രീനാരായണ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണം. ഗുരുദേവൻ എടുത്തുകളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്നുവെന്നും സച്ചിദാനന്ദ സ്വാമി ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരികയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിക്കണമെന്ന സമ്പ്രദായം തിരുത്തിയേ മതിയാവൂ എന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം വലിയ സാമൂഹിക ഇടപെടലെന്ന് പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പൊതുവേദിയിൽ തന്നെ രംഗത്ത് വരികയായിരുന്നു, അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കുകയായിരുന്നു. സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷ പ്രസംഗത്തിന് പിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആമുഖമായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സാമൂഹിക ഇടപെടലിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശമാണ് സ്വാമി സച്ചിദാനന്ദയിൽ നിന്നുണ്ടായത്. ഗുരുവിന്റെ സത്പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ഈ നിർദ്ദേശം സ്വാമി സച്ചിദാനന്ദ വെച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല. പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ടെന്നത് വസ്തുതയാണ്. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ആരാധനാലയങ്ങളും ആ മാതൃക പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ പ്രതികരിച്ച് സ്വാമി സച്ചിദാനന്ദയും രംഗത്തെത്തി. സുകുമാരൻ നായർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്നും താൻ പറഞ്ഞത് നാട്ടിലുണ്ടാകേണ്ട കാമ്യമായ പരിഷ്കാരത്തെക്കുറിച്ചാണെന്നുമായിരുന്നു സച്ചിദാനന്ദ പറഞ്ഞത്. മാത്രമല്ല, ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ NSS ജനറൽ സെക്രട്ടറിയേക്കാൾ അവകാശം സന്യാസിയായ തനിക്കാണെന്നും അദ്ദേഹത്തിന്റെ സംസ്കാരം അതാണെന്നും എനിക്ക് ആ സംസ്കാരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്നും സച്ചിദാനന്ദ ഒരു പ്രമുഖ മാധ്യമത്തോടെ പ്രതികരിച്ചു. എന്തായാലും വാദപ്രതിവാദങ്ങളുമായി കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ് ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്ര പരാമർശം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.